ആരുടെ അറിവ് പുസ്തകങ്ങളിൽ ഒതുങ്ങുന്നുവോ, ആരുടെ സമ്പത്ത് മറ്റുള്ളവരുടെ കൈവശമിരിക്കുന്നുവോ, അവന്റെ അറിവോ സമ്പത്തോ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനാവില്ല. ചാണക്യൻ ഒരു ചെറിയ ഗ്രാമത്തിൽ ഗണപൻ എന്ന പണ്ഡിതൻ ഉണ്ടായിരുന്നു. ഗ്രന്ഥങ്ങളിൽ മുഴുകി ജീവിച്ച ഗണപന് മറ്റെന്തിനെക്കുറിച്ചും അറിവില്ലായിരുന്നു. വർഷങ്ങളോളം പഠിച്ചിട്ടും നഭേരി കൃഷി ചെയ്യുന്നതെങ്ങനെയെന്നോ കിണർ കുഴിക്കുന്നതെങ്ങനെയെന്നോ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ സമ്പാദ്യമെല്ലാം പുസ്തകങ്ങൾക്കായി ചെലവഴിച്ചു. അങ്ങനെ അദ്ദേഹം വളരെ ദരിദ്രനായിരുന്നു. ഒരു ദിവസം വരൾച്ച ബാധിച്ചു. ഗ്രാമത്തിലെ കിണറുകളിൽ വെള്ളം വറ്റി. ഗ്രാമവാസികൾ ദാഹത്താൽ കഷ്ടപ്പെടാൻ തുടങ്ങി. ഗണപൻ തന്റെ പുസ്തകങ്ങളിൽ നിന്ന് വെള്ളം കണ്ടെത്താനുള്ള വഴികൾ തേടി, പക്ഷേ ഫലമുണ്ടായില്ല. അവസാനം ഗ്രാമമുഖ്യനായ വേണു ഗണപന്റെ അടുത്തെത്തി കിണർ കുഴിക്കാൻ സഹായിക്കാൻ അഭ്യർത്ഥിച്ചു. പക്ഷേ ഗണപൻ കിണർ കുഴിക്കാനുള്ള അറിവില്ലായിരുന്നു. അയാൾ വെറും പുസ്തക പണ്ഡിതനായിരുന്നു. ഗ്രാമവാസികൾ ഒത്തുചേർന്ന് കിണർ കുഴിച്ചു. അവസാനം ഭൂമിക്കടിയിൽ നിന്ന് ജീവജലം ഉയർന്നുവന്നു. ഗ്രാമം ആശ്വാസത്തിന്റെ നിശ്വാസം ഉയർത്തി. ഗണപൻ നാണക്കേടോടെ നിന്നു. അദ്ദേഹത്തിന്റെ അറിവ് പ്രയോഗത്തിൽ വരാതെ പോയതുകൊണ്ടും തന്റെ ദരിദ്രതയിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും അറിവ് ഉപയോഗിക്കാതിരുന്നതുകൊണ്ടും അദ്ദേഹം ലജ്ജിച്ചു. പഠനം. ഗണപന്റെ കഥ നമുക്ക് ഒരു പാഠം നൽകുന്നു. പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് വളരെ പ്രധാനമാണ്, പക്ഷേ പ്രായോഗിക അറിവും അത്യന്താപേക്ഷിതമാണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കണം. അല്ലാത്തപക്ഷം നമ്മുടെ അറിവ് വെറും ഭാരമായി മാറും. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.